എല്ലാം മാറ്റൂ. ഇതെന്ത് ഡ്രസ്സായിട്ടുണ്ട് വന്നിരിക്കുന്നത്? എക്സാമിന് എഴുതാൻ അച്ഛൻ വാങ്ങി തന്ന പുതിയ ഡ്രസ്സ്. നിങ്ങളിവിടെ എക്സാം എഴുതാൻ വന്നല്ലോ, അല്ലാതെ ഫാഷൻ ഷോയ്ക്കൊന്നും അല്ലല്ലോ. ഇങ്ങനെ ഫുൾ സ്ലീവ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. വീണ്ടും അത് തന്നെ യൂസ് ചെയ്യുന്നത് എന്താ? മാം അത് പെട്ടെന്ന് നോട്ട് ചെയ്തില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നോടല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് പോയി മാറ്റിയിട്ടിട്ട് വരൂ. മാം 2 മണിക്കൂർ ദൂരമുണ്ട് വീട്ടിൽ. 2 മണിക്കൂർ ദൂരമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. പിന്നെ ഇതാണിട്ടുണ്ട് വന്നത്. നിങ്ങൾ ഒരാൾ മാത്രമല്ല ഇവിടെ എക്സാം എഴുതാൻ വന്നിരിക്കുന്നത്. കുറെ കുട്ടികളുണ്ട്, എനിക്ക് അവരെയൊക്കെ നോക്കണം. മാം ഒരു പ്രാവശ്യത്തേക്ക് എക്സ്ക്യൂസ്. നോ മോർ എക്സ്ക്യൂസസ്. ഗെറ്റ് ഔട്ട്. നോ നോ നോ, ഇത് അലോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ ഇതിന് ഫേവർ ചെയ്ത് തരണം. മാം കുറെ കഷ്ടപ്പെട്ടിട്ടാ വന്നത്. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. എക്സ്ക്യൂസ് മീ. മാം വേണ്ട, ഞാൻ ഊരിക്കോളാം. എവിടെന്നാ ഊരാ? ഗോ ഇൻസൈഡ്. ഗോ. കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഓരോരുത്തർ പോക്ക് തുടങ്ങി. വന്നല്ലോ എന്താ എന്തേ? ചുരിദാറിന്റെ കൈ മുറിച്ചു. അയ്യോ, എന്തിനാ മുറിച്ചത്? പരിശോധനയ്ക്കാന്ന് പറഞ്ഞു ഫുൾ സ്ലീവ് ഇടാൻ പാടില്ല അത്ര എക്സാമിന്. അത് പറഞ്ഞത് കീറി മുറിച്ച് കളഞ്ഞു. ഞാൻ എന്റെ കൊച്ചിന് പരീക്ഷക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്ത ചുരിദാറാണിത്. ആരാ ചെയ്തത്? നമ്മള് വന്നപ്പോ അവിടെ ഇരുന്നില്ലേ, ചോപ്പ് സാരി എടുത്തിട്ട്. അവളാണോ? നമ്മള് വന്നപ്പോ തന്നെ തുടങ്ങിയതാ അവക്ക്. ഇതിങ്ങനെ വിടാൻ പാടില്ല. എന്ത് പരീക്ഷ ഇത്? എക്സാം ശരിക്കും എഴുതിയില്ല. അതൊന്നും വേണ്ട, ഒരു കാര്യം നീറ്റ് പരീക്ഷ നടക്കുന്ന പരീക്ഷാ ഹാളിന് മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. പരീക്ഷയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളെ ദേഹപരിശോധന നടത്തുക എന്നുള്ളത് നിയമപരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ ഇന്നിവിടെ തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനിയെ വസ്ത്രം മാറ്റുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. രക്ഷകർത്താക്കൾ എല്ലാവരും തന്നെ ഇവിടെ ക്ഷുഭിതരാണ്. മാനസികമായി തകർന്ന ആ വിദ്യാർത്ഥിക്ക് എന്താണ് അകത്ത് സംഭവിച്ചതെന്ന് നമ്മളോട് പറയാൻ കാണും. അതെന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം.